കൃഷ്ണപുരം GVHSSലെ NSS സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. തൻവീർ സെൻട്രൽ സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. സമന്വയം എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൃഷ്ണപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിനാണ് തുടക്കമായത്. സമന്വയം എന്ന പേരിലാണ് കൃഷ്ണപുരം തൻവീർ സെൻട്രൽ സ്കൂളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് N രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യക്കാരല്ല, പഴയ കാലത്ത് പറയാമെങ്കിൽ നമ്മളെല്ലാം ഓണാട്ടുകരക്കാരാണ്. കായംകുളം, മാവേലിക്കര, കരുനാഗപ്പള്ളി പ്രദേശത്തുള്ളവരാണ്. നമ്മൾ ഓണാട്ടുകരക്കാരാണ്. അതിൽ നമുക്ക് പ്രത്യേകമായിട്ടൊരു സൗന്ദര്യമുണ്ട്. നമ്മുടെ സംസാര ഭാഷ, നിന്റെ മുഞ്ഞി എന്നാണ് ഇങ്ങനെ ഇരിക്കുന്നത്, നമ്മൾ പറയും ഇപ്പോൾ മുഞ്ഞിന്ന്, ആ മുഖം അവർക്ക് ഗൗരവത്തിൽ പറയും, നമ്മൾ മുഞ്ഞി ഈ കഞ്ഞി കുടിച്ചോളാം. അപ്പം നമുക്ക് ഓണാട്ടുകാരക്കാർക്ക് ശൈലി തന്നെയുണ്ട്. സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാരാജ് മുഖ്യ പ്രഭാഷണം നടത്തി. കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ J ആദർശ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിമോൾ എന്നിവർ മുഖ്യ അതിഥികളായി. ബിനു ക്യാമ്പ് സന്ദേശം നൽകി. ആരോടും മിണ്ടാതെ ഞാൻ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു വ്യക്തിയാണ്. NSS ക്യാമ്പിൽ ഇത്തരം എല്ലാവരോടും സഹകരിക്കുകയും ഒരുപക്ഷെ ക്ലാസ് റൂമിൽ നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് മാത്രം സംസാരിച്ചിരുന്നു എങ്കിലും ക്യാമ്പുകളിൽ നമ്മൾ സംസാരിക്കുന്നത് എല്ലാ വ്യക്തികളോടുമാണ്. അങ്ങനെ ലഭിക്കുന്ന ഒരു വലിയ ബന്ധം, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പിൽക്കാലത്ത് എനിക്കൊരു പ്രോഗ്രാം അവതാരകൻ എന്ന രീതിയിൽ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും എല്ലാ മിനിസ്റ്റേഴ്സിന്റെയും അതോടൊപ്പം തന്നെ മലയാളത്തിലെ എല്ലാ പ്ലേബാക്ക് സിംഗേഴ്സും ഗോപാലകൃഷ്ണൻ, ബിജു നാരായണൻ, വിജയ് ശ്വാസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളുടെയും പ്രോഗ്രാമിൽ ഒരു ആൾക്കൂട്ടത്തെ നേരിടുവാൻ, 1 ലക്ഷം വരുന്ന ഒരു ആൾക്കൂട്ടത്തെ നേരിടാൻ എന്നെ പ്രാപ്തനാക്കിയത് NSS ക്യാമ്പ് പോലുള്ള ക്യാമ്പുകളായി. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീജ S ശ്രീധരൻ, PTA പ്രസിഡന്റ് അരുൺകുമാർ, ഹരികുമാർ കൊട്ടാരം തുടങ്ങിയവർ പങ്കെടുത്തു. അതിനടുത്തതായിട്ട് നടന്ന ഡിജിറ്റൽ ലിറ്ററസി, നമ്മുടെ സമൂഹത്തിലെ പ്രായമായ ആളുകൾക്ക് വേണ്ടി ഒരു ഡിജിറ്റൽ പ്രോഗ്രാമാണ് നടത്തപ്പെടുന്നത്. പല സേവനങ്ങൾ, ഡിജിറ്റലായിട്ടുള്ള പല സേവനങ്ങൾ എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ചുള്ള ഒരു പരിശീലനമാണ് ഡിജിറ്റൽ ലിറ്ററസി കൂടെ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.